ഉൽപാദന മേഖലയ്ക്ക് മുൻതൂക്കം നൽകി ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയി അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷയായിരുന്നു. മുൻ വർഷങ്ങളിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച എല്ലാ മഹത് വ്യക്തിത്വങ്ങളെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. ഈ ഒരു അവതരണം നമ്മുടെ എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്തിയതിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മുടെ കുട്ടികളുടെ ലഹരി മാഫിയ അതിനെതിരെയൊക്കെയുള്ള നല്ലൊരു ബഡ്ജറ്റ്, ഭാവി വാഗ്ദാനം, ഭാവിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ല വികസനങ്ങൾ ലക്ഷ്യമാക്കി വേണ്ടിയുള്ള നല്ലൊരു ബഡ്ജറ്റായിരിക്കും ഇന്നിവിടെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവതരിപ്പിക്കുക. ജില്ലാ പഞ്ചായത്ത് വിഹിതം ഏകദേശം 14 ലക്ഷം രൂപയുടെ എമൗണ്ട് നമ്മുടെ ബഡ്ജറ്റിന്റെ കരട് പദ്ധതിയിലുണ്ട്. പക്ഷെ അതിന്റെ തൊട്ട് താഴെ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം, സ്വാഭാവികമായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം നമുക്ക് അനുവദിച്ച് കൊടുത്ത് നൽകേണ്ട വരും. ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാം ഫണ്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ കരട് പദ്ധതി കരട് ബഡ്ജറ്റ് രേഖയിൽ ആ ഒരു എമൗണ്ട് നമ്മൾ വിട്ടുപോയത് ഒരിക്കലും ശരിയായില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പബ്ലിക് ടാക്സ് 2.5 ലക്ഷം രൂപ നമ്മൾ ഇതിനകത്ത് വകയിരുത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ പബ്ലിക് ടാക്സ് ഉണ്ടെങ്കിൽ ഒരു 10-ൽ താഴെ പബ്ലിക് ടാക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു 6 തോന്നുന്നത്. അതിനുവേണ്ടി 2.5 ലക്ഷം രൂപ മാറ്റി വെച്ചിരിക്കുന്നത് അത് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രസക്തമായ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. 16,66,59,844 രൂപ വരവും 16,80,702 രൂപ ചിലവും 66,79,142 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയിൽ നെൽകൃഷിക്ക് 6,90,000, മറ്റ് കാർഷിക വികസന പരിപാടികൾക്ക് 16,20,000, കൃഷി അനുബന്ധ മേഖലകൾക്ക് 95,000, മൃഗസംരക്ഷണത്തിന് 3,70,000, മുട്ടക്കോഴി താറാവ് വളർത്തൽ 4,95,000, മൃഗസംരക്ഷണ രോഗനിയന്ത്രണം 4 ലക്ഷം, ക്ഷീരവികസനം, സംഭരണം, വിപണനം 16 ലക്ഷം എന്നിങ്ങനെ തുക വകയിരുത്തിയിട്ടുണ്ട്. സേവന മേഖലയിലേക്കായി 5,67,52,703 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.